അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തമിഴ് ചരിത്രകാരനും സാഹിത്യകാരനുമായ എം യൂസിഫ് രചിച്ച ഇബി ഫക്കീർ എന്ന പുസ്തകം ഷാഫി ചിർമാവിലാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. പേര് മലമടക്കിലെ പോരാളി. ഇത് ഒരു ചരിത്ര ഗ്രന്ഥമാണ്. 149 പേജുകളുള്ള ഈ പുസ്തകം തേജസ് പബ്ലിക്കേഷനാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഗറില്ല പോരാട്ടങ്ങൾ കൊണ്ട് പ്രതിരോധം തീർത്ത പട്ടാണി മുസ്ലിങ്ങളുടെ കഥ പറയുന്ന ഒരു ഗ്രന്ഥമാണിത്. 1932 മുതൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടേച്ചു പോകുന്ന 1947 വരെയുള്ള ഒരു ചരിത്ര സംഭവങ്ങളാണ് ഇതിലെ ഇതിവൃത്തം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നത് വരേക്കും പഴയ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് മേഖലയായ വസീറിസ്ഥാൻ അവർക്ക് കീഴടക്കാൻ സാധിച്ചിരുന്നില്ല. ഗറില്ല പോരാട്ടങ്ങൾ കൊണ്ടും അചഞ്ചലമായ വിശ്വാസങ്ങൾ കൊണ്ടും അവിടുത്തെ വിശ്വാസികൾ അവർക്കെതിരെ പ്രതിരോധ മതിൽ തീർത്തു. അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകതയായി പറയുന്നത് അചഞ്ചലമായ വിശ്വാസവും നിശ്ചയദാർഢ്യവും പോരാട്ട വീര്യവുമാണ്. അവരുടെ നേതാവാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. പേര് ഹസ്രത്ത് ഇബി ഫക്കീർ. അദ്ദേഹം ധീരനായ ഒരു പോരാളിയാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ബ്രിട്ടീഷുകാരോട് കൽപ്പിക്കുകയും അവരെ അനുസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ധീരനായ പോരാളി. അവരുടെ തന്ത്രങ്ങൾ അവർക്ക് മുന്നേ അറിഞ്ഞുകയും അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രശാലി. പിന്നീട് വസീറിസ്ഥാനെ പറ്റി ബ്രിട്ടീഷ് ആർമി കമാൻഡറായ വിൻസെന്റ് ചർച്ച് ഇങ്ങനെ പറയുന്നു: വസീറിസ്ഥാൻ പേരിന് മാത്രം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലാണ്. എന്നാൽ അവർ ബ്രിട്ടീഷ് സൈനികരെ കൊല്ലുകയും അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കപ്പം നൽകാതിരിക്കുകയും ചെയ്യുകയാണ്. അവരെ ബ്രിട്ടീഷുകാർക്ക് ഇന്നേ വരെ കീഴടക്കാൻ സാധിച്ചിട്ടില്ല. കാരണങ്ങൾ അവിടുത്തെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ അവരുടെ ശക്തമായ നേതാവുമാണ്. അവരുടെ ഭൂമിശാസ്ത്രം എടുത്തു നോക്കുകയാണെങ്കിൽ മലകളും കുന്നുകളും ചെരിവുകളും അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റങ്ങളും കാടുകളുമാണ് അവർക്ക് ഈ യുദ്ധമുഖത്തിന് ഒരു അനുയോജ്യമായി തീരുന്നത്. നേരിട്ട് ഉള്ള ഒരു അക്രമം അവിടെ സാധ്യമല്ല. അവർ പാത്തും പതുങ്ങിയും ഗറില്ല പോരാട്ടമാണ് നയിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനുമായുള്ള അവരുടെ ബന്ധം അവർക്ക് ആയുധപരമായിട്ടുള്ള മേൽക്കോയ്മ ബ്രിട്ടീഷിനെതിരെ നൽകുന്നു. ഇനി പുസ്തകത്തിന്റെ കഥ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ചർച്ചയിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. 3 ബ്രിട്ടീഷ് ആർമി കമാൻഡർമാരെയും 300ഓളം സൈനികരെയും വസീറിസ്ഥാൻ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്തി. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ചയെ തുടർന്ന് ആരംഭിക്കുന്ന ഈ കഥ 5 പ്രഭുക്കന്മാരെ ബ്രിട്ടീഷ് പാർലമെന്റ് വസീറിസ്ഥാനെ പറ്റി അന്വേഷിക്കാൻ അയച്ചു. അങ്ങനെ അവർ ഇന്ത്യയിലെത്തുകയും വസീറിസ്ഥാനിൽ എത്തുന്ന ഉടനെ തന്നെ അവർ വന്ന വിമാനം തകർക്കുകയും അവരുടെ കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിപ്പിക്കുകയും അവരെ പട്ടാണികൾ തടങ്കിലാക്കുകയും ചെയ്തു. മാത്രമല്ല, അവരെ ആയുധത്തിന് പകരമായി കൈമാറ്റം ചെയ്തുകൊണ്ട് വലിയ വിജയമാണ് ജനങ്ങൾക്ക് അവിടെ സാധ്യമായത്. ഇവരുടെ പോരാട്ടങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ്. ഗറില്ല പോരാട്ടമാണ് ഇവരുടെ രീതി. മാത്രമല്ല, ഇന്ത്യരായിട്ടുള്ള ബ്രിട്ടീഷ് സൈനികരെ വിട്ടയക്കുകയും അതുപോലെ ബ്രിട്ടീഷുകാരായിട്ടുള്ള സൈനികരെ കൊന്നുകളയുകയാണ് ചെയ്തിരുന്നത്. യാതൊരു അടിയറവ് വെക്കാത്ത പോരാട്ട വീര്യമാണ് അവരുടെ പ്രത്യേകത. നിരന്തരമായ പോരാട്ട ചരിത്ര സംഭവങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ത്രില്ലടിപ്പിക്കുന്ന ഭാഷാശൈലി കൊണ്ടും ഈ പുസ്തകം വ്യത്യസ്തമാണ്. ഏതൊരു ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ വായനാപ്രേമിക്കും ഈ പുസ്തകം വേറിട്ടൊരു അനുഭവം നൽകുന്നു. തീർച്ചയായും ഈ പുസ്തകം വായിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.